ഹായ് ആരോ ക്രിയേഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കിതുപോലത്തെ ഒരു പപ്പിക്കുട്ടീനെ ഉണ്ടാക്കിയാലോ ഒന്ന്. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പട്ടിയാണിത്. അപ്പോൾ നമുക്ക് ഉണ്ടാക്കി നോക്കാം കേട്ടോ. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ടിപ്സ് ഒക്കെ പറയുന്നുണ്ട് കേട്ടോ. മെയിനായിട്ട് നമുക്ക് ഇതിൻ്റെ ക്ലോത്താണ് വേണ്ടത്. ഫറിൻ്റെ ക്ലോത്ത് ലോങ് ഫർ ആണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിന് മീറ്ററിന് ആവശ്യത്തിന് വിലയൊക്കെ ഉണ്ട്. 650 രൂപയൊക്കെ ഉണ്ട് കേട്ടോ. നീളം കൂടിയ രോമങ്ങളായിട്ടുള്ളതാണ്, അതാണ് ലോങ് ഫർ കേട്ടോ. ഇനി ഇതിനകത്തേക്ക് നമ്മൾ ഫെൽറ്റിൻ്റെ ക്ലോത്ത് എടുത്തിട്ടുണ്ട് വൈറ്റ് കളറിൽ. അതുപോലെ തന്നെ മൂക്ക് അത് സ്ക്രൂ ചെയ്ത് വെക്കാനുള്ളതും കണ്ണ് 2 എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്പർ 10ൻ്റെ നൂലും 3.5 ഇഞ്ചിൻ്റെ ഒരു സൂചി എടുത്തിട്ടുണ്ട്. കത്രിക CD മാർക്ക് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി മെയിനായിട്ട് നമുക്ക് ഇതിനൊരു പാറ്റേൺ ആണ് വേണ്ടത്. പാറ്റേൺ വേണ്ടവർക്ക് സ്ക്രീനിനകത്ത് ഒരു നമ്പർ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർ മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ. കൊറിയറായിട്ട് അയച്ചു തരുന്നതായിരിക്കും. കൊറിയർ ചാർജ് എടുക്കാൻ 150 രൂപയാണ് കേട്ടോ. അതേ ക്ലോത്ത് നമ്മൾ ബാക്ക് സൈഡ് തിരിച്ചിടുക. അവിടെയാണ് നമുക്ക് വരച്ചൊക്കെ എടുക്കാൻ എളുപ്പത്തിൽ പറ്റുള്ളൂ കേട്ടോ. ക്ലോത്ത് നമ്മൾ വെക്കുമ്പോൾ അടിയിലോട്ട് രോമങ്ങൾ വരുന്ന രീതിയിൽ വെച്ചിട്ട് കൊടുക്കാം. ഇതാണ് നമ്മുടെ ആദ്യത്തെ പീസ്. ഇത് 2 പീസായിട്ട് കട്ട് ചെയ്യണം. അപ്പോൾ ഒരു ഭാഗത്തേക്ക് ഒരു സൈഡിലോട്ട് വെച്ച് കൊടുക്കുക. ഇത് നേരെ തിരിച്ചിട്ട് അപ്പുറത്തെ ഭാഗത്തേക്ക് വെച്ചിട്ട് അതിൻ്റെ കറക്റ്റ് അളവിലൊന്ന് ട്രേസ് ചെയ്തെടുക്കാം കേട്ടോ. ഇനി ഇത് ഹെഡിൻ്റെ സെൻറ്റർ ഭാഗമാണ്. അതുപോലെ തന്നെ 2 ചെവിയും കട്ട് ചെയ്തെടുക്കാം കേട്ടോ ഈ ഒരു ഫറിൻ്റെ ക്ലോത്തിനകത്ത്. അപ്പോൾ നമുക്ക് 6 പാറ്റേൺ പീസാണ് ഉള്ളത്. അതിൽ 3 എണ്ണമാണ് നമ്മൾ ഫറിനകത്ത് കട്ട് ചെയ്യുന്നത്. ബാക്കി 3 എണ്ണം ഫെൽറ്റിനകത്താണ് കട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിനകത്ത് എത്ര നമ്പർ വീതം കട്ട് ചെയ്യണം എന്നുള്ളതൊക്കെ അതിനകത്ത് എഴുതിയിട്ടിട്ടുണ്ട് കേട്ടോ. നമ്മൾ ചെവി കട്ട് ചെയ്യുമ്പോൾ താഴോട്ട് രോമങ്ങൾ കിടക്കുന്ന രീതിയിൽ തന്നെ വെച്ചിട്ട് കട്ട് ചെയ്യുക. അപ്പോൾ ഇത് മൊത്തം നമ്മൾ അങ്ങനെയാണ് കട്ട് ചെയ്തെടുത്താൽ കേട്ടോ. അപ്പോൾ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് ഒരു പെൻ നൈഫ് ആണ്. പെൻ നൈഫ് വെച്ച് കട്ട് ചെയ്യുമ്പോൾ രോമങ്ങൾ കട്ട് ചെയ്തെടുക്കാണ്ട് കറക്റ്റായിട്ട് കട്ട് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇത് ഇനി നമ്മൾ ഫെൽറ്റിനകത്ത് 3 പീസുകളാണ് കട്ട് ചെയ്തെടുക്കണേ കേട്ടോ. ബോട്ടം പീസും നോസിന് വേണ്ടിയിട്ട് 2 പീസുകളായിട്ട്. അപ്പോൾ അത് നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഫറിനകത്ത് 5 പീസുകൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഫെൽറ്റിനകത്ത് 3 പീസുകൾ കേട്ടോ. അങ്ങനെ നമുക്ക് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സൂചിനകത്ത് നൂല് കോർത്ത് കൊടുക്കാം കേട്ടോ. ഒറ്റ നൂല് എടുത്തിട്ട് ഒരു നൂലിൽ മാത്രം കെട്ടിയിട്ട് ഒരു നൂല് ഫ്രീ ആയിട്ട് ഇടുന്ന പോലെയാണ് നമ്മൾ നൂല് കോർത്തെടുത്താണ് കേട്ടോ. ഇനി ഇതേ കറക്റ്റായിട്ട് ബോഡി പാർട്ടിൻ്റെ രോമങ്ങളൊക്കെ കറക്റ്റായിട്ട് വരുന്ന രീതിയിലൊന്ന് ഒതുക്കി വെച്ച് കൊടുക്കുക. അതിനുശേഷം നല്ല വശങ്ങൾ ഉള്ളിൽ വരുന്ന രീതിയിൽ ഇതുപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സെൻറ്റർ ഭാഗത്ത് നമ്മൾ ഹെഡിൻ്റെ സെൻറ്റർ ഭാഗം വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു പീസ് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു പീസ് നമ്മൾ ഫ്രണ്ടും ബാക്കും ഒന്ന് എഴുതിയിട്ടിട്ടുണ്ട് കേട്ടോ. അത് നമ്മൾ കറക്റ്റ് ആ ഫ്രണ്ട് ഭാഗത്തിനോട് ചേർന്ന് വരുന്ന രീതിയിൽ വെച്ചിട്ട് തുന്നിയെടുക്കാൻ പോവേം കേട്ടോ. അപ്പോൾ നമ്മുടെ ബോഡി പാർട്ട് ആദ്യത്തെ ഒരു ഭാഗത്താണ് നമ്മൾ ചെയ്യണേ കേട്ടോ. അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ നൂല് കോർത്തെടുക്കണേ കേട്ടോ. നൂല് വെറുതെ ഒന്ന് കോർത്തെടുത്ത് ഒരറ്റത്ത് കെട്ടിയിട്ടിട്ടുണ്ട് കേട്ടോ. നമ്മൾ ബട്ടൺ ഹോൾ സ്റ്റിച്ചാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഏത് സ്റ്റിച്ച് വേണമെങ്കിലും ചെയ്തെടുക്കാം കേട്ടോ. അത് വിട്ട് പോരാത്ത രീതിയിൽ ഇരിക്കണമെന്നുള്ളൂ. നമ്മൾ പഞ്ഞിയൊക്കെ നിറയ്ക്കുമ്പോൾ കറക്റ്റായിട്ട് അതിൽ ഇരിക്കണമെന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഇതുപോലെയാണ് ഞാനിവിടെ തുന്നിയെടുക്കാൻ പോണേ കേട്ടോ. ആദ്യം ഒരു കുത്തു കുത്തി അത് കഴിഞ്ഞിട്ട് വലിച്ചെടുത്തതിന് ശേഷം രണ്ടാമത്തെ കുത്തിൽ അടിയിൽ നൂല് വരുന്ന രീതിയിലും സൂചി മുകളിൽ വരുന്ന രീതിയിലും എടുത്തിട്ട് സൂചിനെ പൊന്തിച്ചെടുത്തു കേട്ടോ. അപ്പോൾ നമുക്ക് വിട്ടു പോകാതിരിക്കാനും കറക്റ്റായിട്ട് ആ ഒരു തുണീനെ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു പിൻ ചെയ്തിട്ട് തുന്നണതായിരിക്കും ഏറ്റവും നല്ലത് കേട്ടോ. അപ്പോഴേ നമുക്ക് കറക്റ്റായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ആ ചെവിയുടെ അടയാളം വെച്ചിട്ടുണ്ട്. അവിടെ വരെ നമുക്ക് തുന്നിയെടുക്കാം കേട്ടോ. ആ ഒരു ഭാഗം മാത്രമാണ് ഇപ്പോൾ നമ്മൾ തുന്നണത്. സെൻറ്റർ പീസായിട്ട് വെച്ചത് മെയിനായിട്ടുള്ള ബോഡി പാർട്ടിൻ്റെ ഒരു സൈഡിൽ തുന്നിയെടുക്കണം. ഇതുപോലെ തന്നെ നമുക്ക് അപ്പുറത്തെ ഭാഗവും തുന്നണത് വരും കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യത്തെ ഭാഗത്താണ് ഇവിടെ നമ്മൾ തുന്നിയെടുക്കണത് കേട്ടോ. ചെവിയുടെ ഭാഗത്ത് നമ്മൾ അടയാളം ഇട്ടിട്ടുണ്ടായിരുന്നു. അവിടെ എത്തുമ്പോൾ നമ്മൾ തുന്നണത് സ്റ്റോപ്പ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മുടെ ചെവിയുടെ ഭാഗം എത്തിയിട്ടുണ്ട് കേട്ടോ. ചെവിയുടെ ഭാഗം എത്തുമ്പോൾ ചെവി വെക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ബോഡി പാർട്ടിൻ്റെ ആ ഒരു ഭാഗത്ത് ആ രോമങ്ങൾ ഇങ്ങനെ വരണ പോലെ ഉണ്ടല്ലോ, അതിനോട് കറക്റ്റ് ഇതുപോലെ തന്നെ വെച്ച് കൊടുത്തിട്ട് വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്കിപ്പോൾ തുണിയുടെ എണ്ണം കൂടിയിട്ടുണ്ട്. 3 തുണികളാണ് ഉള്ളത് കേട്ടോ. അപ്പോൾ കറക്റ്റായിട്ട് ആ ഒരു ഭാഗത്ത് തന്നെ വെച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്ക് തുന്നിയെടുക്കാം. അപ്പോൾ ഇവിടെ നമ്മൾക്ക് വിട്ടു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു പിന്നും ചെയ്ത് കൊടുത്തിട്ട് തുന്നിയെടുക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ എല്ലായിടത്തും നമ്മൾ ബട്ടൺ ഹോൾ സ്റ്റിച്ച് തന്നെയാണ് തുന്നിയെടുക്കണേ കേട്ടോ. അപ്പോൾ ചെവി കറക്റ്റായിട്ട് ആ രോമങ്ങൾ താഴോട്ട് വരുന്ന രീതിയിൽ തന്നെ വെക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ ചെവി വയ്ക്കുമ്പോൾ മറഞ്ഞു പോകാണ്ട് നോക്കണം കേട്ടോ. ഇപ്പം നമ്മൾ ഈ ഭാഗം മറച്ചിട്ടുള്ള വശമാണ്. കറക്റ്റായിട്ട് നമ്മൾ തുന്നി കഴിയുമ്പോൾ നല്ല വശത്തേക്ക് പൂട വരുന്ന രീതിയിൽ തന്നെ വെച്ചിട്ട് വേണം തുന്നിയെടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ചെവിയുടെ ഭാഗം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ ആ ഒരു മൂലഭാഗം വരുന്ന വരെ നമ്മളിതുപോലെ ആ ഒരു ഷേപ്പിൽ തന്നെ തുന്നിയെടുക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ തുന്നിയെടുക്കുമ്പോൾ പിൻ ചെയ്ത് വെച്ചിട്ട് തുന്നുക. അല്ലെങ്കിൽ നമുക്ക് ചില ഭാഗത്ത് എത്തുമ്പോൾ ഏറ്റക്കുറിച്ചിലുകൾ ഉണ്ടാവും കേട്ടോ. അപ്പോൾ അങ്ങനെ ഇല്ലാതിരിക്കാനാണ് പിൻ ചെയ്തിട്ട് വെച്ച് തുന്നുക. അപ്പോൾ ഈസി ആയിരിക്കും, പെട്ടെന്ന് തന്നെ തുന്നി കഴിയുകയും ചെയ്യും. അപ്പോൾ ഇതുപോലെ നമുക്ക് തുന്നിയെടുക്കാം കേട്ടോ.
അപ്പോൾ അതിൻ്റെ കോർണർ ഭാഗം എത്തുമ്പോൾ ഇങ്ങനെ മുനച്ച് വരുന്ന രീതിയിലാണ് നിൽക്കുന്നത് ആ ഒരു ഹെഡിൻ്റെ സെൻറ്റർ ഭാഗത്തെ പീസ്. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ അവിടെ നിന്ന് തുന്നിയെടുക്കുക കേട്ടോ. അപ്പോൾ അതേ കറക്റ്റ് ഞാൻ വീഡിയോനകത്ത് കാണിക്കുന്നുണ്ട്. ഇതുപോലത്തെ ഒരു ഷേപ്പിനകത്തായിട്ടാണ് നമ്മൾ തുന്നിയെടുക്കണേ കേട്ടോ. നമ്മൾ വേറെ ഒന്നും ചെയ്യണില്ല, അതിൽ വെച്ച് ആ ഒരു തുണിയുടെ മുകളിൽ കൂടെ വെച്ച് തുന്നിയെടുത്തു എന്നുള്ളൂ കേട്ടോ. അപ്പോൾ അതേ അറ്റത്ത് എത്തിയിട്ടുണ്ട്. അപ്പം ഞാൻ നൂല് കെട്ടിട്ട് കൊടുത്തതിന് ശേഷം അങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതുപോലെ തന്നെ അപ്പുറത്തെ സൈഡ് വെച്ചിട്ട് തുന്നിയെടുക്കുകയാണ്. അപ്പോൾ നമ്മൾ തുന്നിയെടുക്കുമ്പോൾ നമുക്ക് ആ ഒരു മുനച്ച് ഭാഗം പോലെ നിൽക്കുന്നുണ്ട് ബോഡി പാർട്ടിൻ്റെ അവിടെ നിന്നാണ് നമ്മൾ തുന്നിയെടുക്കണേ കേട്ടോ. അപ്പോൾ കറക്റ്റ് ഞാൻ വീഡിയോനകത്തൊക്കെ കാണിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ നമുക്ക് തുന്നിയെടുക്കാം. ഇനി നമ്മൾ ഇതുപോലെ തന്നെ അപ്പുറത്തെ ഭാഗത്ത് ചെവിയുടെ ഭാഗമാകുമ്പോൾ കറക്റ്റായിട്ട് ചെവി വെച്ച് കൊടുക്കുക. ചെവി വെച്ച് കൊടുത്ത് സൈഡിലോട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ ആ ഒരു കൂർത്ത ഭാഗത്തേക്കായിട്ട് വരില്ല. അപ്പോൾ നമ്മുടെ തുണിയുടെ എണ്ണം കൂടിയിട്ടുണ്ടാവും. ചെവിയുടെ ഭാഗത്തു നിന്ന് വരുമ്പോൾ 2 പീസിന് പകരം 3 പീസ് വെച്ചിട്ടായിരിക്കും നമ്മൾ തുന്നിയെടുക്കുക. അവിടെ നമ്മൾ ആ ഒരു മുനയുള്ള ഭാഗത്തേക്കായിട്ട് തുന്നി വരുമ്പോൾ 2 എണ്ണമായിട്ട് വരും. പിന്നെ നമ്മൾ ബോഡി പാർട്ടിൻ്റെ ഭാഗത്തേക്ക് ആ ബോഡി പാർട്ടിൻ്റെ 2 തുണി മാത്രമായിട്ട് വരും. അങ്ങനെ നമ്മൾ ഫുള്ളായിട്ട് കവർ ചെയ്ത് തുന്നിയെടുക്കേണ്ട ചെയ്യണത്. അപ്പം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഞാൻ വീഡിയോനകത്ത് കറക്റ്റ് കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ ചെവിയാണ് വെക്കുന്നത്. അപ്പോൾ ആ ചെവി വിട്ടു പോരാതിരിക്കാൻ ഒന്ന് പിൻ ചെയ്ത് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലത്തെ ടോയ്സൊക്കെ ചെയ്യാൻ ആഗ്രഹമുള്ളവർക്ക് വീട്ടിലിരുന്ന് നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാവുന്നുള്ളൂ കേട്ടോ. ഒരു പാറ്റേണാണ് മെയിനായിട്ട് അത്യാവശ്യമായിട്ട് വേണ്ടത്. അപ്പോൾ അത് ഉണ്ടെങ്കിൽ നമുക്ക് എത്ര ടോയ്സ് വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. വലിപ്പം കൂട്ടിയോ കുറച്ചോ വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമുക്ക് ബാക്കി ചെയ്യാം കേട്ടോ. ഇനി ഈ ഒരു വീഡിയോ ഫുള്ളായിട്ട് കാണാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. എന്നാൽ മാത്രമേ നമുക്ക് ഇതിൻ്റെ ഇടയിൽ ടിപ്സുകളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കറക്റ്റായിട്ട് ചെയ്താൽ നമുക്ക് കറക്റ്റ് ഒരു പട്ടിയുടെ ഷേപ്പിൽ തന്നെ കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അതേ ഈ ഒരു കോർണർ ഭാഗത്തേക്ക് ആയി വരുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തുന്നുമ്പോൾ ഇത്തിരി അടുപ്പിച്ചിട്ട് തുന്നുക. ഒരുപാട് അകലം കൊടുക്കാണ്ട് അടുപ്പിച്ചിട്ട് തുന്നിയെടുക്കുക. അതുപോലെ തന്നെ നന്നായിട്ടൊന്ന് ടൈറ്റ് ചെയ്തും കൊടുക്കുക കേട്ടോ. അപ്പോഴാണ് നമുക്ക് കറക്റ്റായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ അതേ കറക്റ്റ് നമ്മൾ ആ ഒരു പപ്പിക്കുട്ടിയുടെ ഹെഡിൻ്റെ ഭാഗത്ത് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ നൂല് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ തീർന്നു പോകും ചില സാഹചര്യത്തിൽ. അങ്ങനെ തീർന്നു പോകുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തീരണയിലും കുറച്ച് മുമ്പായിട്ട് അതിനൊന്ന് കെട്ടിട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ വീണ്ടും നൂല് കോർത്തെടുക്കുമ്പോൾ നമ്മൾ തുന്നി തുടങ്ങേണ്ടത് നമ്മൾ എവിടെയാണോ ചെയ്ത് നിർത്തിയത് അവിടെ നിന്നല്ല ചെയ്ത് തുടങ്ങേണ്ടത് കേട്ടോ. കുറച്ചും നമ്മൾ മുമ്പ് എവിടെയാണോ ചെയ്തത് അതിന് കുറച്ച് മുമ്പ് തുടങ്ങി ചെയ്ത് തുടങ്ങാം. അപ്പോഴേ നമുക്ക് കറക്റ്റായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ അതേ നമ്മുടെ ആ സെൻറ്റർ ഭാഗം കറക്റ്റായിട്ട് ഫുള്ളായിട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ 2 ബോഡി പാർട്ടിൻ്റെ പീസ് ഒരുമിച്ച് വെച്ച് തുന്നിയെടുക്കാൻ പോവുകയാണ്. അപ്പോൾ അവിടെ നമ്മൾ കവർ ചെയ്ത് തന്നെ തുന്നി വരണം കേട്ടോ. അപ്പോൾ പട്ടിക്കുട്ടി കിടക്കണ പോലെ ഇരിക്കുന്നതാണ് നമ്മൾ ചെയ്യണത് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതുപോലെ നമുക്ക് ഇത്രയും വരെ കിട്ടിയിട്ടുണ്ട്. ഇനി ഈ കാണുന്ന പോലെ ഇവിടെയും വരെ നമ്മൾ തുന്നിയെടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് കാണാം. അപ്പോൾ ആ വാലിൻ്റെ ഭാഗം കറക്റ്റായിട്ട് കവർ ചെയ്ത് ആ അടിഭാഗം വരുന്ന വരെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ ഞാൻ നേരത്തെ കാണിച്ച ആ പോയിൻ്റ് ഉണ്ടല്ലോ അവിടെയും വരെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിനും കുറച്ചും കൂടി അടിയിലേക്ക് നമുക്ക് സ്റ്റിച്ച് ചെയ്യേണ്ടി വരും കേട്ടോ. ഇനി നമുക്ക് ഇപ്പുറത്തുനിന്നാണ് ചെയ്യേണ്ടത്. അപ്പോൾ അവിടെ ഒരു കൂർത്തൊരു ഭാഗമുണ്ട്. അവിടെ നിന്ന് ഒരു 3 സെൻറ്റിമീറ്ററിൻ്റെ അവിടേക്ക് വേറൊരു കുനിപ്പ് വരുന്നൊരു ഭാഗമുണ്ട്. അവിടെയും വരെ നമ്മളൊന്ന് ഈ ഒരു സ്റ്റിച്ച് തന്നെ നമ്മൾ ആ ഒരു ഭാഗത്ത് ചെയ്തെടുക്കാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ ആ വാല് കഴിഞ്ഞിട്ട് ഭാഗത്തേക്ക് നമ്മൾ താഴേക്ക് ഇറങ്ങി സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടായില്ലേ, അവിടെ നമ്മളൊന്ന് കെട്ടിട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ വീണ്ടും അപ്പുറത്തെ ഭാഗത്ത് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങിയിട്ടാ. ഈ ഒരു സ്റ്റിച്ച് തന്നെയാണ് എല്ലായിടത്തും ചെയ്തെടുക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ സ്റ്റിച്ച് ചെയ്യുന്നത് കാണിക്കാത്തത് കേട്ടോ. അപ്പോൾ ആദ്യം തുടക്ക ഭാഗത്ത് ഞാൻ സ്റ്റിച്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അതേ നമ്മൾ ആ ഫ്രണ്ട് ഭാഗത്ത് ആ ഭാഗമാണ് ഇപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കണേ കേട്ടോ. അപ്പോൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ പിൻ ചെയ്തിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്യുക, അല്ലെങ്കിൽ ഏറ്റക്കുറച്ചിലുകൾ വരും കേട്ടോ. ഏറ്റക്കുറച്ചിലുകൾ വരുമ്പോൾ അപ്പുറത്തേക്ക് ഇപ്പുറത്തേക്ക് സൈഡ് മാറ്റി നമ്മൾ സ്റ്റിച്ച് ചെയ്ത് അത് അഡ്ജസ്റ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യണത് കേട്ടോ. അപ്പോൾ അതിന് മുകളിലുള്ള ഒരു റൗണ്ട് ഷേപ്പിൽ പോലെ ഇപ്പോൾ കിട്ടിയിട്ടുണ്ടാവും അതിൻ്റെ മുകളിലത്തെ ഭാഗം. അത് നമ്മൾ മൂക്ക് വയ്ക്കേണ്ട ഭാഗം കേട്ടോ. അപ്പോൾ നമുക്ക് ബാക്കിയുള്ളത് ചെയ്തെടുക്കാം. അപ്പോൾ അതേ അവിടെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ കുറച്ച് ഭാഗം മാത്രം സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിൻ്റെ അടിയിൽ വയ്ക്കുന്ന പീസാണ് ഇവിടെ തുടങ്ങി സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ അതേ ഇതുപോലെ നമുക്ക് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഈ ഒരു ഷേപ്പിലായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി അടിഭാഗത്തെ ബോട്ടം പീസാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഒരു ഹാർട്ട് ഷേപ്പ് വരുന്ന ഒരു ഭാഗമില്ലേ, ആ ഒരു ഭാഗമാണ് ഈ ഒരു ഫ്രണ്ട് ഭാഗത്തേക്കായിട്ട് വെച്ച് കൊടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ അത് 2 കാലുകൾ കിടക്കുന്ന രീതിയിലാണ് വരുന്നത്. ആ ഒരു കാല് ഇതുപോലെ തന്നെ സെൻറ്റർ ഭാഗത്ത് വെച്ച് കൊടുക്കുക. ആ പട്ടിയുടെ നമ്മൾ എവിടെയാണ് അവസാനിച്ചത് ആ ഒരു ഭാഗമാണ് സെൻറ്റർ ഭാഗം, അവിടെ നമ്മൾ വെച്ച് കൊടുക്കുക.
അപ്പോൾ കറക്റ്റ് ഞാൻ വീഡിയോനകത്ത് കാണിക്കുന്നുണ്ട്, മനസ്സിലാവാത്തവർക്ക് നോക്കിയാൽ മനസ്സിലാവുന്നതാണ് കേട്ടോ. ഇനി നമ്മൾ ഈ ഒരു ഭാഗത്തേക്കായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ട. അപ്പോൾ ആ ഒരു കാലിൻ്റെ ഷേപ്പായിട്ടാണ് അത് വരിക. അപ്പോൾ അതുപോലെ നമുക്ക് ഒരു പിന്നൊക്കെ ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ വേറൊരു കാര്യം ശ്രദ്ധിക്കണം, ഞാനത് പറയാൻ മറന്നു പോയതാണ് കേട്ടോ. അതിൻ്റെ രോമങ്ങളായിട്ട് വരുന്നത് കറക്റ്റ് ഉള്ളിലോട്ട് തന്നെ പോകണം, എന്നാലേ നമുക്ക് കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. രോമങ്ങൾ ആ സ്റ്റിച്ച് ചെയ്യണതിൻ്റെ ഇടയിൽ കൂടെ കയറി വന്നിട്ടുണ്ടെങ്കിൽ ഒരു വൃത്തി ഉണ്ടാവില്ല കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഉള്ളിലോട്ട് കറക്റ്റ് രോമങ്ങൾ വെച്ചതിന് ശേഷം നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ദേ ഇവിടെ നമ്മളിപ്പോൾ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് പട്ടിയുടെ കാലിൻ്റെ ഭാഗമാണ് കേട്ടോ. അപ്പോൾ ഒരു കാലാണ് നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്ത് തുടങ്ങിയിട്ടുള്ളൂ. അത് നമുക്കൊരു റൗണ്ട് പോലെ ഒരു ഷേപ്പിലായിട്ടാണ് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ കറക്റ്റായിട്ട് നമുക്ക് രണ്ട് തുണിയും ഒരുമിച്ച് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഫറിൻ്റെ തുണിയും ഫെൽറ്റിൻ്റെ തുണിയും ഇതുപോലെ വെച്ച് കൊടുക്കുമ്പോൾ കറക്റ്റായിട്ട് നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ നമുക്ക് ആ ഒരു പോയിൻ്റ് വരുന്ന വരെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. പിന്നെ വരുന്നത് ഈ ഒരു ഭാഗമാണ്, അതിങ്ങനെ ഒരു വി ഷേപ്പ് പോലെയുണ്ട്. ആ ഒരു ഭാഗത്ത് കറക്റ്റായിട്ട് തന്നെ നമുക്ക് തുന്നിയെടുക്കാം കേട്ടോ. തുന്നിയെടുക്കാനാണ് കുറച്ച് ബുദ്ധിമുട്ടുള്ളത് കേട്ടോ. അപ്പോൾ ആ തുന്നിയെടുക്കണത് കറക്റ്റായിട്ട് തന്നെ തുന്നിയെടുക്കുക. അപ്പോൾ അതേ ഞാനിവിടെ കാണിച്ച പോലെ തന്നെ അതേ ഷേപ്പ് വരുന്ന രീതിയിൽ തന്നെ നമുക്ക് തുന്നിയെടുക്കാം. നമുക്ക് അതിൽ നോക്കിയാൽ അറിയാവുന്നുള്ളൂ കേട്ടോ, നമ്മുടെ ആ ഫറിൻ്റെയും ഫെൽറ്റിൻ്റെയും തുണി ഒരുമിച്ച് വരുന്നത് ആ ഒരു ഷേപ്പിൽ തന്നെയാണ് കിട്ടിയിട്ടുണ്ടാവുക. അത് നമ്മൾ അതിൻ്റെ ചേർത്ത് വെച്ചിട്ട് തന്നെ തുന്നിയെടുക്കണമെന്നുള്ളൂ കേട്ടോ. അപ്പം നമ്മൾ ഒരു സൈഡിൽ ഒരു ഹാർട്ട് ഷേപ്പ് വരുന്ന ഭാഗം, മറ്റേ സൈഡ് വരുമ്പോൾ ഒരു കോർണർ ഭാഗത്തേക്ക് ഇങ്ങനെ മുനച്ച് നിൽക്കണ പോലെയാണ് വരുന്നത്. അപ്പോൾ കറക്റ്റായിട്ട് അത് ആ ബാക്ക് സൈഡിൽ മുനച്ച് നിൽക്കുന്ന ഭാഗം തന്നെയായിട്ട് സ്റ്റിച്ച് ചെയ്ത് വരാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. എന്നാലേ നമുക്ക് പട്ടി കിടക്കണ രീതിയിൽ കിട്ടുള്ളൂ. അതേ കോർണർ ഭാഗത്ത് നമ്മൾ ആ മുനപ്പ് ഭാഗങ്ങൾ വരുമ്പോൾ എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്തെടുക്കണമെന്ന് നോക്കാം കേട്ടോ. അപ്പോൾ ഈ അറ്റ ഭാഗത്ത് അതേ ഷേപ്പിൽ തന്നെ വന്നാലാണ് നമുക്ക് മറച്ചിട്ട് കഴിയുമ്പോൾ അതേ ഷേപ്പ് തന്നെ ആയിട്ട് കിട്ടുള്ളൂ കേട്ടോ. നമ്മൾ എങ്ങനെയാണോ തുന്നണത് അതനുസരിച്ചായിരിക്കും നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ കിട്ടാമല്ലോ. അപ്പോൾ ഈ ഒരു ഷേപ്പിൻ്റെ ഭാഗമൊക്കെ വരുമ്പോൾ കറക്റ്റ് നമ്മൾ തുണി തെന്നി മാറാതിരിക്കാൻ നിർബന്ധമായിട്ടും ഇതുപോലത്തെ പിൻ ചെയ്തിട്ട് വെക്കുക. അപ്പോൾ നമുക്ക് ഇങ്ങനത്തെ പിന്നൊന്നും ഇല്ലെങ്കിൽ ഏത് പിൻ ചെയ്ത് വെച്ചാലും കുഴപ്പമില്ല കേട്ടോ. നമ്മുടെ സ്ലൈഡ് ആയാലും ഏത് വേണമെങ്കിലും നമുക്ക് പിൻ ചെയ്ത് വെക്കാൻ ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ അതേ ഇങ്ങനെ നമ്മൾ വെച്ച് കൊടുത്തിട്ട് കറക്റ്റായിട്ട് തുന്നിയെടുക്കുക കേട്ടോ. നമ്മൾ ബാക്ക് സൈഡിലുള്ള അറ്റ ഭാഗത്തേക്ക് ഈ ഒരു ഭാഗം വരെ ഒരു സൈഡ് ഒന്നിച്ച് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി ആ ഒരു ബാക്ക് സൈഡ് നിർത്തിയ ഭാഗത്തു നിന്ന് ആ അറ്റം വരെ ആ ഒരു ഫെൽറ്റിൻ്റെ തുണിയുടെ ഭാഗം വരെ സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ആ ഒരു ബാക്ക് സൈഡിൽ നിന്ന് നമ്മൾ എവിടെയാണോ നിർത്തിയത് അവിടെ നിന്ന് കുറച്ച് മുമ്പോട്ട് തുടങ്ങി സ്റ്റിച്ച് ചെയ്തിട്ട് തുടങ്ങാം. അങ്ങനെ നമ്മൾ ഫെൽറ്റിൻ്റെ തുണി എവിടെ വരെ ഉണ്ടോ നമുക്ക് കിട്ടിയിരിക്കുന്നത് അവിടെ വരെ ഇത് കവർ ചെയ്ത് തന്നെ തുന്നിയെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഫെൽറ്റിൻ്റെ തുണി ഇപ്പോൾ ഒറ്റ ഒരു തുണിയായിട്ട് ജോയിൻ ചെയ്തെടുക്കാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ 3 തുണികൾ ഒരുമിച്ച് കൂടണ ഒരു മൂലമായിട്ട് വരുന്ന ഒരു ഭാഗമാണ് ഈ ഒരു ഭാഗം. നമുക്ക് കറക്റ്റായിട്ട് തന്നെ കവർ ചെയ്ത് തന്നെ കൊടുക്കാം കേട്ടോ. അതിന് ശേഷം ഫെൽറ്റിൻ്റെ തുണിയും ഫറിൻ്റെ തുണിയും അപ്പുറത്തെ സൈഡ് വെച്ചിട്ട് നമ്മൾ ഇപ്പുറത്ത് എങ്ങനെയാണോ തുന്നിയെടുത്തത് അതുപോലെ തന്നെ അപ്പുറത്തെ സൈഡും തുന്നിയെടുക്കാം കേട്ടോ. അപ്പോൾ തുന്നിയെടുക്കുമ്പോൾ രോമങ്ങളൊക്കെ ഉള്ളിലോട്ട് വെച്ചിട്ട് തന്നെ തുന്നിയെടുക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. ഇനി നമുക്ക് ഈ ഒരു പീസ് സ്ട്രെയിറ്റ് ആയിട്ടാണ് നമ്മൾ തുന്നിയെടുക്കുന്നത്. എന്നിട്ട് നമുക്ക് ആ വളവിൻ്റെ ഭാഗം എത്തുമ്പോൾ അടുത്തത് ഇങ്ങനെ വളച്ച് തുന്നിയെടുക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലത്തെ വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്, അതുപോലെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യാം.
വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കത്രിക വേണമെങ്കിൽ യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ കത്രിക വെച്ച് നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ചിലപ്പോൾ രോമങ്ങളൊക്കെ കട്ട് ചെയ്ത് പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഞാനിവിടെ പെൻ നൈഫ് യൂസ് ചെയ്താണ് കേട്ടോ. അപ്പോൾ അതേ നമ്മൾ ഫുള്ളായിട്ട് പട്ടിയുടെ ആ കാലിൻ്റെ ഭാഗം വരെ കംപ്ലീറ്റ് ചെയ്ത് കവർ ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഈ ഒരു അടിഭാഗത്താണ് നമ്മൾ പഞ്ഞി നിറയ്ക്കാൻ വേണ്ടിയിട്ട് മുറിച്ചിട്ട് അവിടെ വീണ്ടും തുന്നിയെടുക്കുകയാണ് ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ ഇതുപോലെ നമ്മൾ ഫുള്ളായിട്ട് കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പപ്പിയുടെ മൂക്കിൻ്റെ ഭാഗമാണ് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ കണ്ണ് വെക്കണതിന് മുമ്പായിട്ട് അതുപോലെ മൂക്ക് വെച്ചിട്ട് മൂക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് രണ്ട് കണ്ണുണ്ട്. അപ്പോൾ കണ്ണ് വെക്കുമ്പോൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം. നമ്മളിപ്പോൾ മാർക്ക് ചെയ്തിട്ടാണ് ചെവിയിനോട് കറക്റ്റ് നേരെയായിട്ട് വരണോടത്താണ്. അപ്പോൾ അതിരി നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ആ മൂക്ക് വെക്കണതിൽ നിന്ന് ഒരു 2 സെൻറ്റിമീറ്റർ മുകളിലോട്ട് ഇട്ടിട്ട് അവിടെ നമ്മൾ കണ്ണ് വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് കണ്ണ് വെക്കേണ്ട സ്ഥലം കിട്ടും. അപ്പോൾ ഒരുപാട് കയറിപ്പോയിട്ടുണ്ടെങ്കിൽ ചെവിയുടെ അവിടേക്ക് അടഞ്ഞു പോകും. അപ്പോൾ കറക്റ്റായിട്ട് നമ്മൾ പാറ്റേണിനകത്ത് അതൊക്കെ മാർക്ക് ചെയ്തിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് കണ്ണ് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കണ്ണ് വെക്കാൻ വേണ്ടിയിട്ട് കണ്ണ് ഉൾഭാഗത്തു നിന്നാണ് നമ്മൾ വെച്ച് കൊടുക്കണേ. മറിച്ചിടുന്നതിനെക്കാട്ടും മുമ്പായിട്ട് നല്ല വശത്ത് കണ്ണിൻ്റെ നല്ല ഭാഗം വരുന്ന രീതിയിൽ വെച്ചിട്ട് നമ്മളൊന്ന് അമർത്തി കൊടുക്കുക. അപ്പോൾ ആ സ്ക്രൂ പോലെ ഇരിക്കുന്ന ഭാഗം ഇങ്ങനെ പൊന്തി നിൽക്കില്ല. അപ്പോൾ അവിടെ നമ്മൾ പെൻ നൈഫ് വെച്ചിട്ടൊന്ന് പതുക്കെ ഒന്ന് വരഞ്ഞു കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ നൂലിൻ്റെ ഭാഗങ്ങളൊക്കെ പൊട്ടിയിട്ട് കറക്റ്റായിട്ട് ആ സ്ക്രൂ പോലെ ഇരിക്കുന്ന ഭാഗം നമ്മുടെ അടുത്തേക്ക് വരും കേട്ടോ. അപ്പോൾ നമുക്കത് സ്ക്രൂ ഉറപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ബട്ടൺസ് പോലെയുള്ളത് ഇട്ടിട്ട് ഉറപ്പിച്ച് കൊടുക്കാം. അപ്പോൾ അതേ കറക്റ്റായിട്ട് ഞാൻ വീഡിയോനകത്ത് കാണിക്കുന്നുണ്ട്, അതുപോലെ തന്നെ ചെയ്തെടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടൊന്നുമില്ല കണ്ണും മൂക്കൊക്കെ വെക്കാൻ വേണ്ടിയിട്ട്. ഇതുപോലെ സിമ്പിളായിട്ട് നമുക്ക് വെക്കാവുന്നുള്ളൂ കേട്ടോ. ഇതുപോലെ ബട്ടൺ പോലെ മുറുക്കിയിടുന്ന ഒരു സാധനം ഉണ്ടെങ്കിൽ നമുക്ക് പശ വെച്ചിട്ട് ഒട്ടിക്കണ്ട കേട്ടോ. ഇത് നമുക്ക് അവിടെ കറക്റ്റായിട്ട് ഫിറ്റായിട്ട് തന്നെ ഇരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ കണ്ണ് വെച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഈ ഒരു ഭാഗമാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യാണ്ട് വെറുതെ ഇട്ടിരിക്കണേ കേട്ടോ. അപ്പോൾ അവിടെ നമുക്ക് മൂക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ മൂക്ക് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഫെൽറ്റിൻ്റെ തുണി 2 പീസാണ് നമ്മൾ എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒരു മീശയുടെ ഷേപ്പിലുള്ളൊരു തുണി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു നാക്കിൻ്റെ ഷേപ്പിലുള്ളൊരു തുണി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ആ ഒരു അറ്റഭാഗം, ആ ഒരു റൗണ്ട് ഷേപ്പ് വരുന്ന ഭാഗത്ത് ആ ഒരു ഹാർട്ട് ഷേപ്പ് വരുന്ന ഒരു ഭാഗം ഉണ്ടല്ലോ, ആ ഒരു ഭാഗത്തിൻ്റെ അവിടെ നിന്ന് ആ ഒരു അറ്റത്തേക്ക് കറക്റ്റായിട്ട് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അതുപോലെ തന്നെ ഈ ഒരു അറ്റത്ത് നിന്ന് ആ ഒരു അറ്റത്തേക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ കറക്റ്റ് ഞാൻ വീഡിയോനകത്ത് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഒരു പിന്നൊക്കെ വെച്ചിട്ട് ഉറപ്പിച്ചതിന് ശേഷം നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. പക്ഷേ ഇത് ബുദ്ധിമുട്ടൊന്നുമില്ല കേട്ടോ. ഫെൽറ്റിൻ്റെ തുണിയിൽ അങ്ങനെ തന്നെ കറക്റ്റായിട്ട് പതിഞ്ഞ് തന്നെ ഇരിക്കും. അപ്പോൾ നമുക്ക് തെന്നി മാറിപ്പോവാണ്ട് കറക്റ്റായിട്ട് തന്നെ കിട്ടും കേട്ടോ. അപ്പോൾ അതേ നമ്മൾ ഈ ഒരു തുണിയിനകത്തും നല്ല വശവും ചീത്ത വശമൊക്കെ ഉണ്ട്. അപ്പോൾ ആ കറക്റ്റ് ഏത് വശമാണെന്ന് നോക്കിയിട്ട് വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. എല്ലാ ഭാഗത്തും നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് ചീത്ത വശത്താണ്. നല്ല വശം മറിച്ചിടുമ്പോൾ നന്നായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതേ ഈ ഒരു ഭാഗം അറ്റം വരെ നമ്മൾ തുന്നിയെടുത്തിട്ടുണ്ട്. ഇനി ഇപ്പുറത്തെ സൈഡ് ഇതുപോലെ തന്നെ നമുക്ക് തുന്നിയെടുക്കാം കേട്ടോ. അപ്പോൾ നമുക്കൊരു മൂക്കിൻ്റെ ഒരു ഷേപ്പായിട്ട് കറക്റ്റായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ അതേ ഈ ഒരു ഭാഗം അതുപോലെ തന്നെ തുന്നിയാണ്. അതിന് മുമ്പായിട്ട് നമുക്ക് ആ ഒരു സെൻറ്റർ ഭാഗത്ത് മൂക്കിനെ ഒന്ന് ഇതുപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളവിടെ വേറെ ഓട്ടയൊന്നും കുത്തേണ്ട കാര്യമില്ല. ഇത് കറക്റ്റായിട്ട് അവിടെ തന്നെ ഇരുന്നുള്ളൂ കേട്ടോ. ഇനി നമുക്ക് തുന്നി കൊടുക്കാം. കറക്റ്റ് ആ ഒരു വലുപ്പത്തിൽ തന്നെ നമുക്ക് കിട്ടുന്നതായിരിക്കും. അതിന് ശേഷം ആ ബട്ടൺ ഇട്ട് അമർത്തേം വേണം കേട്ടോ, അല്ലെങ്കിൽ അത് ഊരിപ്പോകും. അപ്പോൾ അതേ ഈ ഒരു അറ്റത്ത് നിന്ന് നമ്മൾ നേരത്തെ ചെയ്ത പോലെ ആ ഒരു അറ്റത്തേക്ക് തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ 2 വശത്തായിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് ഉറപ്പിച്ച് വെച്ചിരിക്കുകയാണ് കേട്ടോ. ഇപ്പോൾ കാര്യം പറയാൻ വിട്ടുപോയി, CD മാർക്കർ തന്നെ ഉപയോഗിക്കണം കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് കൂടുതലായിട്ട് ആ നീല വരകളൊക്കെ കാണാൻ പറ്റും. ഇതിനകത്ത് വളരെ കുറവായിട്ട് ലൈറ്റായിട്ടാണ് കാണുള്ളൂ കേട്ടോ. അപ്പോൾ അതേ മൂക്കൊക്കെ കറക്റ്റ് തുന്നി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് കറക്റ്റായിട്ടൊന്ന് വെച്ച് കൊടുക്കുക. അപ്പം മൂക്കിൻ്റെ നമ്മൾ ആ നാക്ക് പോലെ ഇരിക്കുന്ന ഭാഗത്തേക്ക് ആ ഒരു ലവ് ചിഹ്നത്തിൻ്റെ കൂർപ്പിച്ച ഭാഗം ഉണ്ടല്ലോ അത് വരണം.
എന്നിട്ട് ആ നാക്ക് പോലത്തെ ഭാഗം നമ്മൾ തുന്നിയിട്ടുണ്ടായില്ല. അപ്പോൾ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ പറയണത്. ആ ഒരു ഭാഗത്തിൻ്റെ സെൻറ്റർ ഭാഗം ഒന്ന് അടയാളപ്പെടുത്തുക. അതായത് ചെറിയ പീസ് നമ്മൾ തുന്നിയെടുത്തില്ല, ആ ഒരു പീസിൻ്റെ സെൻറ്റർ ഭാഗം അടയാളപ്പെടുത്തുക. ആ സെൻറ്റർ ഭാഗം നമ്മൾ പപ്പിക്കുട്ടിയുടെ കാല് വരണ ഭാഗത്തിൻ്റെ സെൻറ്റർ ഭാഗമായിട്ടൊരു ഭാഗം ഉണ്ടായിരുന്നു, ആ ഒരു ഭാഗത്തേക്ക് വട്ടത്തിൽ നമ്മൾ തുന്നിയെടുക്കേണ്ട. അപ്പോൾ ഞാനൊന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് സെൻറ്റർ ഭാഗം. അപ്പോൾ കറക്റ്റ് മനസ്സിലാവാത്തവർക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞേട്ടാ. നമ്മൾ മൂക്ക് തുന്നി എടുത്തിട്ടുണ്ടായിരുന്നു ഒരു ചെറിയ പീസ്. ആ ചെറിയ പീസിൻ്റെ സെൻറ്റർ ഭാഗത്ത് ഒരു വര വരച്ചിട്ടുണ്ട്. അത് അടിയിലോട്ട് വരുന്ന രീതിയിലാണ് നമ്മൾ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കണം കേട്ടോ. ഇനി നമ്മൾ റൗണ്ട് ഷേപ്പിൽ തുന്നിയെടുക്കുകയാണ്. അതായത് നമ്മൾ വേറെ ഒന്നും ചെയ്യേണ്ട, നമ്മളിങ്ങനെ പതുക്കെ പതുക്കെ തുന്നി കറക്റ്റായിട്ട് ആ വട്ടത്തിൽ തന്നെ തുന്നി വരുമ്പോൾ നമുക്ക് ആ ഒരു മൂക്കിൻ്റെ ഷേപ്പ് കിട്ടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ആ രോമങ്ങൾ പോലെ അത് വരാതെ കറക്റ്റായിട്ട് തന്നെ തുന്നിയെടുക്കുക കേട്ടോ. ഉള്ളിലോട്ട് തന്നെ വെച്ചിട്ട് തുന്നിയെടുക്കുക. അപ്പോൾ പിന്നെ ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു ഭാഗം നമ്മൾ ഫ്രണ്ട് ഭാഗത്തേക്ക് വരണ മൂക്കിൻ്റെ ഭാഗം കറക്റ്റായിട്ട് അവിടെയും ഒരു മാർക്കിങ് കൊടുക്കുക. ഈ ഒരു സെൻറ്റർ ഭാഗത്തേക്ക് കറക്റ്റ് വരുന്ന രീതിയിൽ തന്നെ വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ തുന്നിയെടുക്കുമ്പോൾ ചെരിഞ്ഞൊന്നും പോവാതിരിക്കാനാണ്. മൂക്ക് തുന്നി കഴിഞ്ഞതിന് ശേഷം മൂക്ക് ചിലപ്പോൾ പഞ്ഞിയൊക്കെ നിറച്ചതിന് ശേഷം ചെരിഞ്ഞൊക്കെ ഇരിക്കണതാണ്. അപ്പോൾ അങ്ങനെ ഇല്ലാതിരിക്കാൻ കറക്റ്റായിട്ട് നമ്മൾ തുന്നിയെടുക്കണം. മൂക്ക് തുന്നുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അതുകൊണ്ട് നമ്മൾ ഒന്ന് പിൻ ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ സെൻറ്റർ ഭാഗം വരുന്ന രണ്ട് ഭാഗങ്ങളിലും നമ്മൾ മാർക്ക് ചെയ്തിട്ട് കറക്റ്റായിട്ട് തുന്നിയെടുക്കുക. രണ്ട് ഭാഗത്തേക്ക് നമുക്ക് കറക്റ്റ് അളവ് തന്നെ കിട്ടും. അപ്പോൾ അത് ഇവിടെ നമ്മൾ തുന്നിയെടുക്കുന്നത് ബട്ടൺ ഹോൾ സ്റ്റിച്ച് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഫുള്ളായിട്ട് അറ്റം വരെ റൗണ്ടിൽ തുന്നിയെടുക്കുക കേട്ടോ. അപ്പോൾ ആദ്യം നമ്മൾ ഒരു സൈഡ് തുന്നിയെടുക്കുക, അതിന് ശേഷം അപ്പുറത്തെ സൈഡിലോട്ട് തുന്നിയെടുക്കുക. അപ്പോൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. വീഡിയോനകത്ത് ഞാൻ കറക്റ്റ് കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതേ നമ്മുടെ മൂക്കിൻ്റെ ഭാഗം റൗണ്ടിൽ നമ്മൾ തുന്നി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എവിടെ തുന്നി കഴിഞ്ഞാലും ഒന്ന് കെട്ടിട്ട് കൊടുക്കുക, അല്ലെങ്കിൽ നമ്മുടെ ആ നൂലൊക്കെ വിട്ടുപോരും കേട്ടോ. അപ്പോൾ ബാക്കിയുള്ള നൂല് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മെയിൻ ഭാഗം സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഈ ഒരു അടിഭാഗത്താണ് നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ നീളത്തിൽ കട്ട് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ ഇതുപോലെ വീതിയിലും കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ നീളത്തിലാണ് കട്ട് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ ഒന്ന് പിടിച്ചു കൊടുത്തിട്ട് അതിൻ്റെ സെൻറ്റർ ഭാഗത്ത് ഇതുപോലെ ഒന്ന് കത്രിക വെച്ചിട്ട് കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് കട്ട് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ എത്രത്തോളം നമുക്ക് പഞ്ഞി നിറയ്ക്കണം അല്ലെങ്കിൽ മറച്ചിടണം ആ ഒരു അളവ് കണക്കാക്കിയിട്ട് വേണം അതിന് ഒരു ഹോൾ ഉണ്ടാക്കി കൊടുക്കാൻ. ഈ ഒരു ഹോളിലൂടെയാണ് നമ്മൾ ഇനി മറച്ചിടണത്. അപ്പം മറച്ചിടുമ്പോൾ കാലിൻ്റെ ഭാഗങ്ങളൊക്കെ കറക്റ്റായിട്ട് കോർണർ ഭാഗമൊക്കെ കറക്റ്റ് വരുന്ന രീതിയിലായിട്ട് വെച്ച് കൊടുക്കാം കേട്ടോ. അതുപോലെ വാലിൻ്റെ ഭാഗവും കറക്റ്റായിട്ട് വരണം, മൂക്കിൻ്റെ ഭാഗവും കറക്റ്റായിട്ട് വരണം കേട്ടോ. അപ്പോൾ എല്ലാ ഭാഗങ്ങളും ആ ഒരു കോർണർ ഭാഗം വരുന്നിടത്ത് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കത്രികയൊക്കെ വെച്ചിട്ട് ഒന്ന് കറക്റ്റായിട്ടൊന്ന് വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ഒരു കറക്റ്റ് ഷേപ്പിലാണ് നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ അതേ നമ്മൾ വാലിൻ്റെ ഭാഗം എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ കാലിൻ്റെ ഭാഗങ്ങളൊക്കെ എടുത്ത് ഒന്ന് മറച്ചിടുക, സെറ്റാക്കി എടുക്കുക കേട്ടോ. അപ്പോൾ അതേ മറച്ചൊക്കെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതുപോലെയാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ പട്ടിയുടെ ആ സെൻറ്റർ ഭാഗത്ത് ഹെഡിൻ്റെ ഭാഗം വരണ ആ പീസ് നമ്മളിങ്ങനെ തല ഒഴിയുമ്പോൾ ബാക്കിലോട്ട് രോമങ്ങൾ വരണ രീതിയിലാണ് ഇരിക്കേണ്ടത് കേട്ടോ. അതുപോലെ തന്നെ ബാക്കിയുള്ള രോമങ്ങൾ താഴോട്ട് വരുന്ന രീതിയിലാണ് ഇപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്നത്. അങ്ങനെ തന്നെയല്ലേ എന്ന് നോക്കാം കേട്ടോ. അപ്പോൾ അതുപോലെയാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ അതേ ഇതുപോലെ ഒരു
രൂപമായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് പട്ടിക്ക് പൂർണ്ണത വേണമെന്നുണ്ടെങ്കിൽ ഇതിനകത്തേക്ക് കോട്ടൺ നിറയ്ക്കണം. അപ്പോൾ നമ്മൾ സിന്തറ്റിക്കിൻ്റെ പഞ്ഞിയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതിന് നമുക്ക് കറക്റ്റായിട്ട് നമുക്ക് അങ്ങനത്തെ പഞ്ഞി തന്നെ വേണം. അത് കറക്റ്റായിട്ട് നമുക്ക് കിട്ടുകയും ചെയ്യും കേട്ടോ. അപ്പോൾ അതേ വാലിൻ്റെ ഭാഗത്തൊക്കെ നമുക്ക് കറക്റ്റായിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഇനി ഈ പഞ്ഞി നിറയ്ക്കണതിൽ ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ. ഒരുപാട് കൂർപ്പിച്ച് അങ്ങനത്തെയൊക്കെ രീതിയിൽ വലിയൊരു ഉണ്ടപ്പം പട്ടിയായിട്ട് മാറ്റണം എന്നുണ്ടെങ്കിൽ അതുപോലെ നിറയ്ക്കുക. നമ്മുടെ പാകത്തിന് നമുക്ക് ഒരു പട്ടിയുടെ ഷേപ്പ് വരുന്നത് നമുക്കറിയാമല്ലോ, അതുപോലെ നമുക്ക് പഞ്ഞി നിറച്ച് കൊടുക്കാം. അപ്പോൾ അതേ മൂക്കിൻ്റെ ഭാഗത്തും പഞ്ഞി നിറച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ തലയുടെ ഭാഗത്ത് പഞ്ഞി നിറയ്ക്കുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ. ഒന്ന് തലേനെ ഒന്ന് പതുക്കെ കൈ വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്തിട്ടൊന്ന് പരപ്പനാക്കി കൊടുക്കുക. അപ്പോൾ നമുക്ക് ആ പട്ടിയുടെ കറക്റ്റ് ഷേപ്പ് തന്നെയായിട്ട് കിട്ടും കേട്ടോ. ആ മൂക്ക് വരുന്ന ഭാഗത്തുണ്ടല്ലോ, അവിടെ നിന്ന് ഒരു കൈപ്പത്തി വെച്ചിട്ട് ഒന്ന് അമർത്തി കൊടുക്കുക, മൂക്കിൻ്റെ ഭാഗം തൊടാണ്ട് മുകളിൽ വരുന്ന ഭാഗത്ത്. അപ്പോൾ നമുക്ക് കറക്റ്റ് ആ തലയുടെ ഷേപ്പ് തന്നെ കിട്ടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ അതേ എല്ലാ ഭാഗത്തും പഞ്ഞിയൊക്കെ നിറച്ച് ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതുപോലെയാണ് കിട്ടിയിരിക്കുന്നത് കേട്ടോ. നമുക്കിതിനെ ഒന്ന് കോമ്പൊക്കെ ചെയ്ത് വൃത്തിയാക്കി എടുക്കണം. അതുപോലെ തന്നെ കണ്ണിൻ്റെ ഭാഗത്ത് ഒരുപാട് രോമങ്ങളുണ്ട്, അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ. അതുപോലെ തന്നെ ഈ ഒരു ഹോള് നമ്മൾ ഇട്ട് കൊടുത്തത് അടയ്ക്കണം. അപ്പോൾ നമ്മൾ എങ്ങനെയാണോ സ്റ്റിച്ചൊക്കെ ചെയ്തത് അതുപോലെ തന്നെയാണ് ഈ ഒരു സ്റ്റിച്ചും ചെയ്തെടുക്കുക. അപ്പോൾ ബട്ടൺ ഹോൾ സ്റ്റിച്ച് ഒരറ്റത്തു നിന്ന് മറ്റേ അറ്റത്തേക്ക് ചെയ്തെടുക്കുക കേട്ടോ. അതിനുശേഷം നമ്മളൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ പഞ്ഞി നിറച്ചതിന് ശേഷം നമ്മളൊന്ന് ഒതുക്കി എല്ലാ ഭാഗത്തേക്കും കറക്റ്റ് അല്ലേ എന്നൊന്ന് നോക്കി ഒന്ന് കൈയൊക്കെ വെച്ച് ഇത് തട്ടി കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ഷേപ്പ് കിട്ടും. അല്ലെങ്കിൽ കയറി ഇറങ്ങി പോലെ ആയിരിക്കും. ഇപ്പോൾ ഞാൻ കാണിച്ചു തരാം നമുക്ക് എങ്ങനെയായിരിക്കും കിട്ടിയിട്ടുണ്ടാവുക, നമ്മൾ കറക്റ്റായിട്ട് പഞ്ഞി നിറയ്ക്കുമ്പോൾ ഏതൊരു രീതിയിലാണ് കിട്ടിയിട്ടുണ്ടാവുക എന്നൊക്കെ കേട്ടോ. അപ്പോൾ അതേ ഇതുപോലെ തട്ടായിട്ട് കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ കൈ വെച്ചിട്ടൊന്ന് ഒതുക്കി ഷേപ്പൊക്കെ ചെയ്തിട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് കറക്റ്റ് പട്ടിയുടെ ഷേപ്പ് തന്നെ കിട്ടും കേട്ടോ. ഇനി കണ്ണിൻ്റെ ഭാഗത്തെ രോമങ്ങൾ കട്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ അതേ ഇതുപോലെ ഒന്ന് നിവർത്തി വെക്കുക. മുകളിൽ കിടക്കുന്ന രോമങ്ങൾ മാത്രം എടുത്തിട്ട് കട്ട് ചെയ്യുക. അത് കുറേ ഒന്നും കട്ട് ചെയ്യണ്ട, കുറച്ച് മാത്രം ഉണ്ടാവും. അപ്പോൾ ആ ഒരു ഭാഗത്ത് കട്ട് ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ കണ്ണ് കറക്റ്റായിട്ട് നമുക്ക് കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു, കണ്ണ് എവിടെയാണ് വരുന്നത്, ചെവി എവിടെയാണ് വരുന്നതെന്നൊക്കെ. അപ്പോൾ നന്നായിട്ടൊന്ന് ഒരു ചീപ്പ് ഉപയോഗിച്ചിട്ട് ചീകി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതേ പട്ടി ഒന്ന് കിടക്കണ പോലെയാണ് ഇരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതുപോലെയാണ് നമുക്ക് കിട്ടിയത്. ഒന്ന് ഷേപ്പൊക്കെ ആക്കിയിട്ട് നമുക്ക് കാണാം കേട്ടോ. ദേ നമ്മളുടെ പട്ടി റെഡി ആയിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായിട്ട് കാണാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. എന്നാൽ മാത്രമേ നമുക്ക് കറക്റ്റ് ഉള്ളിലുള്ളതൊക്കെ മനസ്സിലാവൂ എന്തൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ പപ്പിക്കുട്ടി റെഡി ആയിട്ടുണ്ട് കേട്ടോ. വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു.